നിപ്പയെ നമുക്ക് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം? എന്തൊക്കെ കരുതലുകളാണ് ഒരു മുൻകരുതലുകൾ എന്ന രീതിയിലും അതുപോലെ തന്നെ വരാതിരിക്കാനുള്ള അത്തരം കരുതലുകൾ അത് എന്തൊക്കെയാണ്? കരുതലുകൾ പൊതുവിൽ എല്ലാ ആൾക്കാരും എടുക്കേണ്ട, വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്താതിരിക്കാനുള്ള കരുതലുകൾ സ്വാഭാവികമായിട്ടും വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥയെ ശല്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വവ്വാൽ കൂട്ടങ്ങൾ, അതുകൊണ്ടാണ് നമ്മുടെ പ്രകൃതിയും നമ്മുടെ ആവാസ വ്യവസ്ഥയും വവ്വാലിന് താമസിക്കാനുള്ള ഒരു സ്ഥലം, മനുഷ്യർക്ക് താമസിക്കാനുള്ള സ്ഥലം, ഇങ്ങനെയൊക്കെ ഈ ഒരു ഘടനയിൽ വരുന്ന മാറ്റവുമൊക്കെ ഇത്തരം കേസുകളിൽ നിപ്പ മാത്രമല്ല, ഇത്തരത്തിലുള്ള പല ജന്തുജന്യ രോഗങ്ങളുടെ കാര്യത്തിലും അത് പ്രധാനമാണ്. പക്ഷെ നമ്മൾ അറിയേണ്ടത്, നമ്മൾ അങ്ങോട്ട് പോയി വവ്വാലുകളുമായിട്ടുള്ള ഇടപെടൽ കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് നേരിട്ടുള്ള വവ്വാലുമായിട്ടുള്ള സമ്പർക്കം, വവ്വാൽ കൂട്ടങ്ങളുള്ള സ്ഥലം കാണും, പ്രത്യേകിച്ചും മലമ്പ്രദേശങ്ങളും വനപ്രദേശങ്ങളും കാട് പോലെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ കാണാം. അപ്പോൾ അത്തരത്തിൽ നേരിട്ടുള്ള സമ്പർക്കം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അതൊന്ന്. രണ്ട്, ഇപ്പോൾ വവ്വാല് പഴങ്ങൾ ഒക്കെ കടിച്ച് അതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ, പഴങ്ങളും ഫലങ്ങളും ഒക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ്, ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഴങ്ങളും എല്ലാം നമുക്ക് കഴിക്കാം, ഏത് തരം പഴവും കഴിക്കാം. പക്ഷേ നമ്മൾ പലപ്പോഴും അത്തരത്തിൽ വവ്വാലുകൾ കൂടെ കാണുന്ന ഒരു സ്ഥലത്ത് വവ്വാല് കടിച്ച ഒരു പഴത്തിൻ്റെ ബാക്കി തറയിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അതാണ് നേരിട്ട് നമുക്ക് വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്തുന്ന വഴി തടയാനുള്ള ഒരു മാർഗം. ഇതിനേക്കാൾ പ്രധാനം, നമുക്ക് ഈ ലക്ഷണങ്ങൾ ഉള്ള, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള വൈറസ് പോസിറ്റീവായ വ്യക്തികളിൽ അല്ലെങ്കിൽ പോസിറ്റീവാകാൻ സാധ്യതയുള്ള വ്യക്തികളിൽ നിന്ന് മറ്റു വ്യക്തികളിലേക്ക്, മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കുള്ള പടരൽ പ്രതിരോധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പടരുന്നത് എന്നുള്ളത്, നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ, ഈ വൈറസ് നമ്മുടെ ശ്വാസകോശങ്ങളെ ബാധിക്കാം. അതുകൊണ്ടാണ് പലപ്പോഴും ചുമ, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ, ശ്വാസകോശ സംബന്ധമായ ശ്വാസതടസ്സം, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തലച്ചോറിനെ ബാധിക്കാം എന്നുള്ളത് കൊണ്ട്, എൻസെഫലൈറ്റിസ്, തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് നമുക്ക് ജന്നി തുടങ്ങിയ കഠിനമായ തലവേദന, ഛർദിൽ, ജന്നി, ഫിറ്റ്സ് വരുന്ന പോലെ, കൺവൾഷൻസ്, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങളുള്ള ഒരാളിൽ നിന്നും സ്വാഭാവികമായും ശ്വാസകോശ സ്രവത്തിലൂടെ മറ്റൊരാളിലേക്ക് എത്താം. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്ക് വെക്കുന്നത്, പ്രത്യേകിച്ചും ലക്ഷണങ്ങളുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാൻ. അപ്പോൾ ആരോഗ്യ പ്രവർത്തകരാണ് അതിൽ വളരെയധികം പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത്. നമുക്കറിയാം, ലക്ഷണങ്ങളുള്ള ഒരു രോഗിയുമായിട്ട് ഇടപെടുമ്പോൾ മാസ്ക് തീർച്ചയായിട്ടും ധരിക്കണം. ഇപ്പോൾ പൊതുജനങ്ങളും നമ്മളൊരു കേസിൻ്റെ ഉദാഹരണത്തിന്, ഇപ്പോൾ കേസ് ഉള്ള ആ സ്ഥലത്തൊക്കെ മാസ്ക് വയ്ക്കാനായിട്ടുള്ള നിർദ്ദേശം വരുന്നത് അതുകൊണ്ടാണ്. കാരണം ഒരു ആളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാനുള്ള ഒരു അവസരം നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് വൈറസിന് നമ്മൾ മാസ്ക് വയ്ക്കാൻ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മാർഗം, ഒരു വ്യക്തിയുടെ സ്രവങ്ങളിൽ നിന്ന്, ഉദാഹരണത്തിന് ആ വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വോമിറ്റിംഗ് അല്ലെങ്കിൽ ഛർദിലൊരു ലക്ഷണമാകാം. അതുപോലെ ആ രോഗിയുടെ മറ്റു സ്രവങ്ങൾ, പ്രത്യേകിച്ചും ആരോഗ്യ പ്രവർത്തകർ, അവരുടെ രക്തം, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, നമ്മുടെ നട്ടലിൽ നിന്ന് കുത്തിയെടുക്കുന്ന സ്രവം, ഇങ്ങനെയുള്ള പല ശരീര സ്രവങ്ങളിൽ നിന്നും അത് നേരിട്ട് നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് വഴിയും രോഗം പകരാൻ സാധ്യതയുണ്ട്. ഇത് ആരോഗ്യ പ്രവർത്തകർക്കാണ് കൂടുതൽ ബാധകം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൈകളുടെ ഗ്ലൗസ് ഉപയോഗിക്കുക. നമുക്കറിയാമല്ലോ, ഇതിൻ്റെ ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് അതിൽ തന്നെ പെടുന്നതാണ് ഈ മാസ്കും വലിയ ഏപ്രണും ഗ്ലൗകളും ഒക്കെ. പ്രത്യേകിച്ചും നമ്മൾ രോഗികളെ പരിചരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം രോഗലക്ഷണങ്ങൾ ഉള്ളവരെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെല്ലാം തന്നെ അത്തരം മുൻകരുതലുകൾ എടുക്കാറുണ്ട്. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഇതൊരു RNA വൈറസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൈ സോപ്പിട്ട് കഴുകുക. പ്രത്യേകിച്ചും ഒരു സ്രവങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ പറ്റുക. ഇപ്പം നമുക്ക് നമ്മൾ കോവിഡിൻ്റെ കാര്യത്തിൽ ഒരുപാട് അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. നമുക്ക് വീടിന് പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ കൈ സോപ്പിട്ട് കഴുകുക എന്നൊക്കെ ഉള്ളത്. അപ്പം സോപ്പ് കൊണ്ട് നിർവീര്യമാക്കാൻ കഴിയുന്ന തരം വൈറസ് ആണ്, ആ കുടുംബത്തിൽ വരുന്ന വൈറസ് ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ സോപ്പിട്ട് കൈ കഴുകുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ പ്രതിരോധ മാർഗങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ,
വവ്വാലുകളെ അങ്ങോട്ട് പോയി ശല്യം ചെയ്യരുത്. 2, വവ്വാല് കടിച്ച് എന്ന് ബാക്കി വരുന്ന പഴങ്ങൾ, തറയിൽ കിടക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അത്തരം പഴങ്ങൾ എടുക്കരുത്. അതേസമയം ഞാനത് പറയുന്നതിൻ്റെ കൂടെ തന്നെ പറയുകയാണ്, തെറ്റിദ്ധാരണ പടർത്തരുത്. പഴങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. എല്ലാ തരം പഴങ്ങളും നമുക്ക് കഴിക്കാം. ഞാൻ ഉദ്ദേശിച്ചത് വവ്വാല് കടിച്ച് എന്ന് നമുക്കറിയാവുന്ന ഒരു തറയിൽ കിടന്നെടുത്ത് കഴിക്കരുത് എന്നുള്ളത് മാത്രമാണ്. 3-മത്തെ കാര്യം, വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്ക് ഇത് പടരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ മാസ്ക് വയ്ക്കുന്ന കാര്യം പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകർ അവരുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് അത് നമ്മുടെ ആശുപത്രികളിലെല്ലാം ലഭ്യമാണ്. അതിൻ്റെ കാര്യം പറഞ്ഞു. 3-മതായിട്ട് നമ്മൾ കൈകൾ സോപ്പിട്ട് കഴുകുന്നു. അത് നിപ്പ മാത്രമല്ല, കോവിഡ്, നിപ്പ ഇങ്ങനെയുള്ള ഒരുപാട് വൈറൽ രോഗങ്ങളെയും തുരത്തും. നമ്മൾ അടുത്ത സമയത്ത് പേവിഷബാധയെക്കുറിച്ച് വളരെയധികം സംസാരിച്ചു. ആ വൈറസിനെയും ആ സ്ഥലത്ത് നിന്ന് ഇപ്പം നമ്മൾ ഏതെങ്കിലും മൃഗത്തിൻ്റെ കടിയേറ്റാൽ ഏറ്റവും ആദ്യം 15 മിനിറ്റ് നേരം സോപ്പിട്ട് കഴുകണം. ഈ സോപ്പ് എന്ന് പറയുന്നത് നമുക്കെല്ലാം ലഭ്യമായ എല്ലാ വീടുകളിലും ഓഫീസിലും സ്കൂളിലും ഉള്ള ഒരു വസ്തുവാണ്. അപ്പോൾ ആ സോപ്പിട്ട് കഴുകുക എന്നുള്ളത് നമ്മൾ ആ മൃഗങ്ങളുടെ ഉമിനീരിലും ഇത് നമ്മൾ, കാരണം വവ്വാലിൽ നിന്നും നമുക്ക് ഇത് കിട്ടുന്നതും വവ്വാലിൻ്റെ ഉമിനീര്, മൂത്രം തുടങ്ങിയ സ്രവങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടാണ് അത് വവ്വാലിനെ നേരിട്ട് നമ്മൾ പോയി അങ്ങോട്ട് ശല്യം ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സോപ്പ് വളരെ പ്രധാനമാണ്. എപ്പോഴൊക്കെ നമുക്ക് അത്തരമൊരു സംശയം തോന്നുന്നു, അല്ലെങ്കിൽ പോലും നമ്മൾ പുറത്തു പോയും ഒക്കെ വരുമ്പോൾ സോപ്പിട്ട് കൈ കഴുകുന്നത് വളരെ പ്രധാനമാണ്.